എന്നാലും കനകൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കരുതിയില്ല. അമ്മാവൻ എന്ത് ചെയ്താലും കൂട്ടു നിൽക്കുന്ന കരുതി. അവനും വേണം സ്വത്ത്. എല്ലാരും കണക്കാ. ആർക്കും എന്നെ വേണ്ട. എന്റെ ആഗ്രഹങ്ങൾ എന്താന്ന് അറിയണ്ട, സ്വത്ത് മതി. അതെ, ഞാനൊരു സത്യം പറയട്ടെ. ഈ തങ്കത്തിനെ ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട് വന്നില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഈ തങ്കം ഇന്നും ഇങ്ങനെ നിന്ന് മുഖത്ത് നരച്ച് മൂക്കി പല്ല് വന്ന് ഇവിടെ ഇരുന്നേനെ. ഇവൻ കിട്ടിക്കുന്ന അമ്മാവന് തോന്നുന്നുണ്ടോ? അവളുടെ കല്യാണം നടന്നില്ലെങ്കിൽ ആ സ്വത്തൂടെ അവനടിച്ചെടുക്കാമല്ലോ. സത്യം, അവനത് ചെയ്യും. അവിൽദാട്ടല്ലേ മോൻ. അവന്റെ അച്ഛന് ഇതാ സ്വഭാവം. പിന്നെ അവന്റെ അച്ഛനൊരു ഒറ്റൊരുത്തൻ കാരനാണ് ഞാനിങ്ങനെ മൂത്ത് നിറച്ചേക്ക്. തന്ത ചെയ്ത് തന്നെ ഇവനും ചെയ്യാ പറഞ്ഞ. നിങ്ങൾ എന്ത് ഓതി കൊടുത്തോണ്ടിരിക്കണേ? എന്തോ ഓതാണ്ട് അമ്മാവനെന്തൊരു കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ അമ്മാവൻ അറിയാൻ ചിന്തിക്കാനായിട്ട്. ദേ സ്വപ്നം ഒന്നും കാണണ്ട, ആ സംഗതി നടക്കൂല. പിന്നെ ഞങ്ങളുടെ അമ്മാവനല്ലേ ഇത്രയും കാലം ഉള്ളോണ്ട് തന്നെ പറയണത്. ഒരു നല്ലത് പറഞ്ഞു നിനക്ക് എന്താടി കുഴപ്പം? എന്ത് നന്മ നിങ്ങൾ പൊപ്പിച്ചു കൊടുക്കണം? അയ്യോ, ഞാൻ നിങ്ങൾ എത്ര കാലം പറഞ്ഞു അമ്മാവനെ നോക്കും. ഞങ്ങൾ നോക്കിക്കോളാം. ഇപ്പോഴേ കണ്ടില്ലേ അമ്മാവൻ അവിടെ. ഈ മനുഷ്യന്റെ വർത്താനം കേട്ട് അമ്മാവൻ മഞ്ഞു കൊള്ളാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കൊള്ളലേ ഉണ്ടാവൂ. എന്റെ പാലയിലെ എന്റെ ഒരു അമ്മാവനുണ്ട്. അമ്മാവന് രണ്ടാണ് ഞാൻ കെട്ടിച്ചത്. അതെ, ഭാഗ്യം ചെയ്യണം അങ്ങനത്തെ മരുമക്കൾ കിട്ടാൻ. ഇവക്ക് വല്ല അറിയാം. മതി, നിർത്തിക്കാട്ടോ ക്ലീറ്റോ. അമ്മാവാ, ഇതൊന്നും അമ്മാവൻ ചെവി കൊള്ളണ്ട. അമ്മാവൻ ധൈര്യമായിട്ട് ഉദ്ദേശിച്ച കാര്യത്തിന് മുന്നിട്ടിറങ്ങുക. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരും. എന്റെ പാർട്ടിയിലെ പിള്ളേരും ഉണ്ടാവും. അത് മതി. എന്നാലേ നമുക്ക് പോയിട്ട് സംസാരിച്ചിട്ട് ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ രജിസ്റ്റർ നടത്തണം. അവന്റെ മുമ്പിൽ എനിക്കിങ്ങനെ ആണായിട്ട് ഞെളിഞ്ഞ് കിടക്കണം. നീയൊന്നും മിണ്ടാതിരിക്കണേ അവിടെ. അമ്മാവൻ അവന്റെ മുമ്പിൽ നെളിഞ്ഞു നിൽക്കണം എന്നുള്ളത് എന്റെയും കൂടെ ഒരു വാശിയാണ്. വലിയ ആർഭാടായിട്ടൊന്നും വേണ്ട. ചുരുങ്ങിയ തോതില് നിന്റെ പാർട്ടിയിൽ നിന്ന് രണ്ടാളെ വിളിച്ചോ ജാമ്യപ്പെടാൻ. പാർട്ടിക്കാർ ഫുൾ അവിടെ ഉണ്ടാവും. മതി, അത് മതി എനിക്ക്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ രജിസ്ട്രേഷനും ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ചായയും ബിസ്ക്കറ്റും സൽക്കാരം മതി. അതിപ്പോ ചെറുതാക്കണമെന്നൊന്നുമില്ല. എന്റെ കൂടെ സഹായത്തിന് ആരൊക്കെ നിൽക്കണോ അവർക്ക് എന്ത് ബാക്കി വേണേ ഞാൻ കൊടുക്കും. അതൊക്കെ അമ്മാവൻ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷെ അതല്ല, നമ്മളിപ്പോൾ ദൂർത്ത് അത് ഒഴിവാക്കാൻ എന്ന നിലയിൽ നമുക്ക് ചെറിയൊരു ചായയും ബിസ്ക്കറ്റും സൽക്കാരം. എൻ്റെ മരുമൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും. പിന്നെ അമ്മാവാ, ഞാൻ ആലോചിച്ചിട്ട് എന്തായാലും നമ്മൾ ഇങ്ങനെ ഒരു കല്യാണത്തിൻ്റെ ദൂർത്ത് ഒഴിവാക്കണമുണ്ട്. അപ്പോൾ നമ്മൾ ആ പൈസ എടുത്ത് ഏതെങ്കിലും ഒരു പാവത്തിന് എന്തെങ്കിലും ഒരു നന്മ നമുക്ക് ചെയ്യാം. അങ്ങനെ പറഞ്ഞ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വികലാംഗന് ഒരു വീൽ ചെയർ കൊടുക്കാം. നടക്കാൻ ശേഷിയില്ലാത്ത ഒരാൾക്ക് വീൽ ചെയർ. അതെ അതെ അതെ, അതിന്റെ പുണ്യം കിട്ടോടാ. നീയാടാ യഥാർത്ഥ ജനസേവകൻ, രാഷ്ട്രീയക്കാരൻ. ഇങ്ങനെ ഒരു 10 രാഷ്ട്രീയക്കാര് തീരുമാനിച്ചാണ്ടല്ലോ നാട് നന്നായി. ഞാൻ അങ്ങനെ ഒരാളെ ഞാൻ കണ്ടുപിടിക്കാം. ഒരാൾ വേണ്ട, അങ്ങനെ ഒരു പുണ്യം കിട്ടുന്ന ഒരു 10 വികലാംഗനെ വിളിച്ചോ. 10 വീൽ ചെയർ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം കൂടുതൽ മേടിച്ചോ, ആവശ്യം വരും. കനകനെ കാല് 2 തല്ലി ഓടിക്കും നിങ്ങടെ, നോക്കിക്കോ. പിന്നെ കനകനാരാ? എന്റെ അമ്മാവ ഈ മനുഷ്യന്റെ ഈ വർത്താനം കേട്ടിട്ടാണ് തുള്ളാൻ നിൽക്കണമെങ്കിൽ അമ്മാവ തുള്ളിക്കൊണ്ട് നിക്കലേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു നല്ല കാര്യം ചെയ്യാൻ സമ്മതിക്കരുത്. എന്താ നല്ല കാര്യത്തിനകത്ത്? ഞങ്ങളുടെ അമ്മാവനെ കൊണ്ടത് കുഴി ചാടിക്കാനോ? ഒരു പാവപ്പെട്ട സ്ത്രീക്ക് ഒരു ജീവിതം കൊടുക്കണം. ഏത് പാവപ്പെട്ട സ്ത്രീ? അവർക്ക് പാവപ്പെട്ടൊന്നുമല്ല, അവർ നല്ല ആസ്തിയുള്ളവർ തന്നെ. ആയിക്കോട്ടെ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്താ പേടി? പിന്നെ എന്താണ് ഒരു 10 വികലാംഗർക്ക് വീൽ ചെയർ കൊടുക്കണാണോ തെറ്റ്? അതാണോ തെറ്റ്? പറഞ്ഞു കെട്ടിക്കാറായ മക്കളുള്ള പെണ്ണുമ്പിള്ളേനെ പോയി കെട്ടാൻ പോണ്. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെറുപ്പ, എനിക്ക് അങ്ങനത്തെ ഒരു പെണ്ണിനല്ലേ കിട്ടുള്ളൂ. എന്റെ അമ്മാവൻ ഇപ്പൊ കല്യാണം കഴിക്കാത്തപ്പോ തോന്നുന്നു ഇതാണ്ട് ഭയങ്കര സംഭവമാണ് കല്യാണം, പ്രശ്നമാണ് മൊത്തം. അതെല്ലാവരും പറയും. കാരണേ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കും. മറ്റുള്ളവരെ കണ്ടാ പറയും ഞാൻ കെട്ടിയതിൽ വലഞ്ഞു പോയല്ലോന്ന്. അങ്ങനെ വേണ്ട, ഞാനും ആ സുഖമൊക്കെ അനുഭവിച്ച് ചാവാൻ തന്നെ തീരുമാനിച്ചു. ഇതിനകത്ത് വീണ ഒരാളുടെ വിഷമമായിട്ട് പറഞ്ഞതാ ഞാൻ. നീ സ്വയമായിട്ട് എടുത്ത എല്ലാ പെണ്ണുങ്ങളും നിന്നെ പോലെ അല്ല കേട്ടോ, അതുകൂടെ നീ മനസ്സിലാക്കുക. എന്താ നിങ്ങൾ ഇവിടെ നിന്ന് തലകുത്തി മറിഞ്ഞാലും ഞാനും കനകനും ജമന്തി സമ്മതിക്കൂല, അമ്മ തീരെ സമ്മതിക്കൂല. എനിക്ക് നിങ്ങളുടെ ആരുടെയും സമ്മതം വേണ്ട. എനിക്ക് എന്റെ ക്ലീറ്റോമോന്റെ സമ്മതം മതി. ഞാൻ ആ കൊച്ചിനെ കല്യാണം കഴിച്ചിരിക്കും, ഇത് സത്യം. കൊച്ചല്ല, തള്ള. നിനക്ക് തള്ളോ, എനിക്ക് കൊച്ച. കാണാം, നടക്കണമെന്ന് കാണണം കേട്ടോ. അവരൊക്കെ നടക്കും, ആരുടെ കാലിന് ഒരു കുഴപ്പമില്ല കേട്ടാ. അതെ, അവളങ്ങനെ വളവളന്നൊക്കെ പറയും. അവൾക്ക് അമ്മാവനെ വേണമെങ്കിൽ അമ്മാവന്റെ ഇഷ്ടം പോലെ ജീവിക്കുമ്പോ താല്പര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. അല്ലാണ്ട് അമ്മാവന് താല്പര്യമില്ലാത്ത ആരും അങ്ങോട്ട് വരണ്ട. നീ എന്താ ചെയ്യേണ്ടത് അത് പറ. നമുക്ക് ആദ്യം ബുധനാഴ്ച നമുക്ക് രജിസ്റ്റർ വയ്ക്കാം, കല്യാണം വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ നമുക്ക് പാവങ്ങൾക്കുള്ള വീൽ ചെയർ വിതരണം നടത്താം.
അതെന്തിനാ? വീൽ ചെയറൊക്കെ വിതരണം ചെയ്താൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ആ നമ്മൾ പാവങ്ങളെ കൊണ്ടുപോയി അതൊക്കെ അങ്ങ് പാവങ്ങൾക്കുള്ള അത് കൊടുത്തു കഴിഞ്ഞാലേ അല്ല അത് നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ അത് കല്യാണത്തിന്റെ മുമ്പ് വേണ്ട. റൈസ് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടിയിട്ട് ഈ പാവത്തിന് വീൽ ചെയർ കൊടുക്കും. അല്ല മാവ, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു 9 വീൽ ചെയർ കല്യാണം കഴിഞ്ഞിട്ട് കൊടുക്കാം. ഒരു വീൽ ചെയർ ആദ്യം കൊടുക്കാം. എന്തിനാ 2 ചെലവ്? എല്ലാം കല്യാണം കഴിഞ്ഞ് ആ വേദിയിൽ വെച്ചിട്ട് നമ്മൾ 10 പേർക്കും വീൽ ചെയറാ കൊടുക്കും. അതങ്ങനെ പറ്റുള്ളൂ, അല്ല പറ്റില്ല. അല്ല മാവ, ഒരു വീൽ ചെയർ നമുക്ക് ആദ്യം കൊടുക്കണം. കാരണം വെച്ചാൽ എന്തെങ്കിലും പാവങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറി കിട്ടുവേ. അങ്ങനെ ഞാൻ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ തന്നെ ഞാനൊരു പുണ്യാണ് ചെയ്യാൻ പോണത്. ഇതിങ്ങനെ തീരുമാനിച്ചാൽ മതി. മാമൻ പറയണാണ്ട് കേട്ടാ മതി. ആദ്യം റൈസ് മാരേജ്, അത് കഴിഞ്ഞാൽ വീൽ ചെയർ വിതരണം. എന്താ? അങ്ങനെ ചെയ്യാം. അപ്പൊ ബുധനാഴ്ച നമുക്ക് കഴിക്കാം. എന്താ? ഓ, അങ്ങനെയാണെങ്കിൽ ചൊവ്വാഴ്ച രജിസ്ട്രേഷൻ, ബുധനാഴ്ച രജിസ്ട്രേഷൻ. അതായത് ബുധനാഴ്ച. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ്? അമ്മാവന്റെ സ്വത്താണല്ലോ ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഇവർക്കൊക്കെ ഇവൾക്കും കനകനൊക്കെ സ്വത്ത്. ആ സ്വത്ത് ഞാൻ കൊണ്ടത് പുഴുങ്ങി തിന്നാൻ പോകും. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം കേട്ടോ. ഇത് നിനക്ക് വല്ല ജോലി ഉണ്ടെങ്കിൽ പോയി നോക്ക് പോ. അമ്മാവാ, ചൊവ്വാഴ്ച നമ്മൾ പോയി അമ്മാവൻ്റെ സ്വത്ത് വകകളൊക്കെ നമ്മളിങ്ങനെ എൻ്റെ പേരിലോ തക്കളിയുടെയോ തങ്കത്തിൻ്റെ പേരിലോ രജിസ്റ്റർ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ ബുധനാഴ്ച രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു. പ്രശ്നം എന്താണ് ഇവിടെ? അമ്മാവൻ്റെ സ്വത്ത് മറ്റവർ തട്ടിയെടുക്കൂ എന്നുള്ളതാണല്ലോ കനകൻ്റെ സംശയം. ദാണ്ട് എവളുടെ സംശയമൊക്കെ. ഇതിൽ നിന്ന് നമുക്കൊരു സംഭവം കൂടെ മനസ്സിലാക്കാം. അമ്മാവൻ സ്വത്തൊക്കെ എഴുതി നമുക്ക് തന്നു കഴിയുമ്പോൾ അമ്മാവനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെണ്ണ് അമ്മാവന് വേണോ വേണ്ടോ ഉപേക്ഷിക്കില്ലോ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ. അമ്മാവനെയാണ് അവർക്ക് വേണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ കല്യാണം നടക്കും. പക്ഷേ അവർ സ്വത്താണ് നോക്കണമെങ്കിൽ അതിനിവിടെ എതിര് നിൽക്കുകയും ചെയ്യും. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കനകനുമൊക്കെ ഇതായി കഴിയുമ്പോൾ അവനും വരും കല്യാണത്തിൽ പങ്കെടുക്കുക. അതുകൊണ്ട് ഇവളുമൊക്കെ വരും. ഇവിടെ അവരുടെയൊക്കെ പ്രശ്നം ഇപ്പോൾ സ്വത്ത് അന്യാധീനപ്പെട്ട് പോകും എന്നുള്ളതാണ്. പുറത്തെവിടെയെങ്കിലും പോയി നിൽക്കരുത്. തല ആരെങ്കിലും എടുത്തിട്ട് പോകും. നടക്കൂല. ഞങ്ങൾ രണ്ടിനും ജീവൻ നടക്കൂല. എവിടെ പോണ്? നീ എന്താണ് പറഞ്ഞത്? നിന്റെയും തക്കളിയുടെയും തങ്കത്തിന്റെയും പേരിൽ സ്വത്ത് എഴുതി വെച്ച കല്യാണം നടത്തി തരാന്നില്ലേ? അത് കല്യാണം നടക്കാൻ വേണ്ടിട്ട്. അപ്പൊ അനക്കിന്റെ സ്വത്താണ് വേണ്ടത്. നീ കനകനും നമ്മൾ എന്താണ് വ്യത്യാസം? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞു. ഓ, അവനെ വീൽ ചെയർ പിന്നെ സ്വത്ത് എന്താ നിങ്ങൾക്ക് പറഞ്ഞ അതിനനുസരിച്ച് തുള്ളണ ആളാ ഞാൻ കരുതി. നീ വരണ്ടടാ, നിങ്ങൾ ആരും വരണ്ട. ആരും വന്നില്ലെങ്കിൽ അലക്കേഷൻ വേണം കല്യാണം നടത്താൻ പറ്റും. സ്നേഹിച്ചു പോയി നിങ്ങളൊക്കെ. അതാ ഞാൻ ചെയ്തത് തെറ്റ്. ഞാൻ നല്ല പണി നോക്കി പോടാണ്. ഇയാള് ഒരു കാലത്തും പെണ്ണ് കിട്ടൂല. ഈ ജന്മത്തിൽ അടുത്ത ജന്മത്തിലും പെണ്ണ് കിട്ടൂല. വേണ്ടത് ഞാൻ പോവാണ്.